ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. പാർക്ക്, ലേക്ക് അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിനടുത്തിട്ടുള്ള ഒരു പാർക്കാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ ഒരു ചെയർ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് ഒരു സംഭവം കാണാമെന്നുള്ള രീതിയിൽ പോവുകയാണ്. ഒരു വെള്ള പോലെ നിൽക്കുന്നില്ലേ, അത് ഇലയാണോ അതോ ചിലന്തി കൂട് വെച്ചിട്ടുള്ളതാണോ ഒന്നും അറിയത്തില്ല. വെള്ള പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സൈഡിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്തുവാണ് സത്യാവസ്ഥ, എന്തുവാണെന്ന് അറിയാൻ പറ്റും. നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കിടന്നങ്ങ് ഉറങ്ങാൻ തോന്നുന്നു. സൂപ്പർ, എനിക്കിഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ലേക്കിൽ, ഈ ഒരു പാർക്കിൽ വന്നേക്കണേ. പൊളി വൈബ് ഗൈസ്, പൊളി കൈ. പിന്നെ കിഡ്സ് ഏരിയ ഒക്കെ ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത് ആ എൻട്രൻസ് പോയിൻറ്റിൻ്റെ എടുത്തിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുന്നു മാത്രം. എങ്കിലും ആ സംഭവം, ആ മരം എന്തുവാന്ന് നമുക്കൊന്ന് അറിയണം കേട്ടോ. ആണ് നമുക്ക് നടന്നു പോകാനുള്ള സ്പേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അവർ ചെടികൾ, പിന്നെ വലിയ വലിയ മരങ്ങളും ഒക്കെ നിൽപ്പുണ്ട്. അതുകൊണ്ട് നല്ല തണലാട്ടോ. പിന്നെ ഫ്രണ്ടിൽ ഇതേപോലെ ലേക്കും ഒക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ കണ്ട് നമുക്ക് എന്താ പറയുക, ആസ്വദിച്ച് നടക്കാം, ഓടാം. ഈ ചെടികളൊക്കെ കാണുമ്പം പിച്ചാനൊക്കെ തോന്നും, പക്ഷേ നമ്മൾ പിച്ചരുത്. പിച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി നമ്മളെ വഴക്ക് പറയും. ഗൈസ്, എനിക്ക് ഓടണമെന്നുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ കിടന്ന് ഓടും കേട്ടോ. ഓടും, ചാടും, എക്സസൈസൊക്കെ ചെയ്യും. പാട്ടൊക്കെ കേട്ടോണ്ട് അവർ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഓടിക്കഴിഞ്ഞാൽ എൻ്റെ ഉള്ള വണ്ണവും കൂടി പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ റിസ്ക് എടുക്കത്തില്ല. അതുകൊണ്ട് അവിടെ കല്ലിട്ടേക്കുന്നില്ല, ഒരു മതിൽ പോലെ. എന്താ കണ്ടം കുഴി. അതിൻ്റെ അപ്പുറത്തായിട്ട് വേറെ ആൾക്കാരുടെ പ്രോപ്പർട്ടീസൊക്കെ കേട്ടോ. പൊളി നോക്ക്, ഒരു മരം. നെല്ലി എന്തോന്ന് വെച്ചാ, നെല്ലിമരം. കൊള്ളാം. ആ ലേക്കിലോട്ട് ചാഞ്ഞിരിക്കുന്നു. സൂപ്പർ സൂപ്പർ. അയ്യോ, എനിക്ക് ശരിക്കും പറഞ്ഞാലേ ഇവരിത് ഇട്ടത് ഭാഗ്യം, അല്ലേ നമുക്ക് ഇറങ്ങായിരുന്നില്ല വെച്ചാ. ആന്ന് ഇവിടെ കുളമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ കാണത്തില്ല, അതേപോലുള്ള കുളം. പിന്നെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും പണികൾ നടക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഇവിടെ താമര കണ്ടില്ല, അതിൻ്റെ ഇലയൊക്കെ നിപ്പുണ്ട്. കണ്ട് ഇതേപോലുള്ള ഇരിക്കുന്ന സംഭവമാണ് ഇവിടെ എല്ലാം സെറ്റാക്കിയേക്കുന്നത്. വരിക, ഇങ്ങനെ ഇരിക്കുക. കണ്ടോ, നൈസല്ലേ. ഫാമിലിയായിട്ടൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഒരു 3-4 പേർക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. പൊളിയാണ് കേട്ടോ. ഓടി ക്ഷീണിച്ചവർക്ക് ഇരിക്കാം, അല്ലാത്തവർക്ക് ഇരിക്കാം കേട്ടോ, എന്നെ പോലുള്ളവർക്ക്. ഞങ്ങളവിടെ എത്തി കേട്ടോ. എത്തിയപ്പം മരം ഉണങ്ങിയേക്കുകയാണ്. ആ മരം ഉണങ്ങിയതിൻ്റെ ആ ഒരു ഇതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടത്. കണ്ടോ, അങ്ങോട്ട് നല്ല വെയിലാണ്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുന്നില്ലേ. ഇവിടെ വെച്ചങ്ങ് നിർത്താമെന്ന് വിചാരിച്ചു. ഇനി തിരിഞ്ഞു കിടക്കാം. ചെടി കൊള്ളാം ഇല്ലേ വെച്ചാ? ഈ ഇലച്ചെടിയൊക്കെ നോക്കേ, നല്ല. ഈ ചെടി കൊള്ളാം. അപ്പോൾ ഇതിനകത്ത് വല്ലതും ഉണ്ടോ ആവും. ഇവിടെ ഇവർ കൃഷി ചെയ്യുന്ന മീനായിരിക്കും നമുക്ക് അവിടെ കൊണ്ട് വിൽക്കുന്നതല്ലേ, പുഴ മീനൊന്നും പറഞ്ഞിട്ടില്ല. നല്ലവർ നല്ല ഫുഡൊക്കെ കൊടുക്കുമായിരിക്കും ഇല്ലേ, വേസ്റ്റ് തിന്ന് അങ്ങനെ ഇതാവുന്ന. ആ മീനാന്നേ നമ്മൾ മേടിച്ച് തിന്നുന്നില്ലയോ. അതാണ് എൻട്രൻസ് പോയിന്റ് കേട്ടോ. കുറേ ഗേറ്റ് ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും ഗേറ്റൊക്കെ ഉണ്ട്. നമ്മൾ വന്നപ്പം നമ്മളിതാ ഈ ഒരു ഇരിക്കുന്ന സംഭവത്തിലായിരുന്നു ഇരുന്നത്. എന്നിട്ട് അങ്ങോട്ട് നോക്കിയിരുന്നു. ഇവിടെ ചെറിയായിട്ട് ഓപ്പണാട്ടോ. ഇങ്ങനെയുണ്ട്. അവിടെ ഒരു ചേട്ടൻ എന്തൊക്കെയോ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് കിഡ്സ് ഏരിയ, കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്ക് പോലുള്ളൊരു സംഭവം. ഞങ്ങളുടെ കുഞ്ഞു ഉറങ്ങുകയാണ്. അപ്പോൾ അവളിനി എഴുന്നേക്കുവാണെങ്കിൽ അവിടെ കൊണ്ടുപോയി കളിപ്പിക്കാം. അതൊക്കെ വെച്ചാ കുട്ടവഞ്ചി എന്നുണ്ടല്ലോ എന്ന് പറയുന്നത്. കുട്ടവഞ്ചിക്കകത്ത് ഒരാൾ പോകുന്നതുണ്ടാ, മീനെ പിടിക്കാൻ പോവാന്ന് തോന്നുന്നു. ഞാനൊരു നരൻ, പുതുജന്മം നേടിയ നരൻ, ഓ നരൻ, ഞാനൊരു നരൻ. നരനാണ് ആ വരുന്നത് കേട്ടോ. നല്ല രസമുണ്ടോ. ഇയാളിത് നീന്തി എങ്ങോട്ട് പോവാന്നോ.
ഇപ്പച്ചി സ്പീഡ് കൂടി. ഈ ചേട്ടൻ എന്തുവാ കമ്പും കൊണ്ട് ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ വേസ്റ്റ് പോരും അത്. ഊഞ്ഞാല് ഊഞ്ഞാല് നമ്മൾ കയറാൻ പോണു. ഊഞ്ഞാലിലോട്ട് വീഴത്തില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് കയറാൻ പോന്നേ. ഇപ്പം ഞാൻ ഊഞ്ഞാല് കാണുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്നും അത്ര ആൾക്കാരൊന്നും ഇല്ലാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കെട്ടി വെച്ചേക്കുന്ന സംഭവങ്ങളാണ്. പക്ഷെ നമ്മൾ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചാട്ടോ. പണ്ട് ഓണത്തിന് വീട്ടിൽ ഊഞ്ഞാല് കെട്ടിയപ്പോൾ കിടന്ന് ആടിയതാ. കുറേ നാളുകൾക്ക് ശേഷം ഒരു സന്ദർഭം വന്നപ്പോൾ അതങ്ങ് മുതലാക്കാന്ന് വിചാരിച്ചു. ദൈവമേ, ഇതും പൊളിയാട്ടോ. ഇതിൽ കയറി നിന്നിട്ട് ഇങ്ങനെ നമ്മൾ കറക്കി കൊടുക്കണം. അപ്പം ഇങ്ങനെ കറങ്ങും. പക്ഷെ ഇപ്പം ഭയങ്കര ടൈറ്റാട്ടോ. ഒരെണ്ണം മാത്രമേ ഉള്ളൂ വർക്കിംഗ് കണ്ടീഷൻ. ഇത് പൊട്ടി പാളീസായിട്ടിരിക്കുന്നു. ഇത് ചിലപ്പം എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി വരുന്ന മാതാപിതാക്കളുണ്ടല്ലോ, അവർക്ക് തൂങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ഈ സാധനം വെച്ചേക്കുന്നത്. അല്ലാതെ കുഞ്ഞുങ്ങളിങ്ങനെ തൂങ്ങത്തില്ലല്ലോ. പിന്നെ ഇവിടെ കൂടുതലുള്ളത് ഇങ്ങനെ മേളീന്ന് താഴോട്ട് വീഴുന്ന പോലുള്ള തരത്തിലുള്ള എന്താ പറയുക സംഭവങ്ങളാണത്. ഞാൻ എൻ്റെ കീഴിൽ കിടന്നത്. ഇവിടെ മറ്റേ സ്റ്റിക്ക് ഘടിപ്പിച്ചിട്ട് ഇങ്ങനെ ചവിട്ടി മണ്ടയിലോട്ട് കയറത്തില്ല, അതാണ്. മണ്ടയിലോട്ട് കയറിയിട്ട് ഇങ്ങനെ പോയിട്ട് അതിലേക്കൂടെ താഴോട്ട് വീഴും. അങ്ങനെയുള്ള എന്തോ സംഭവമാണ്. ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ് ഇതുവരെ ഉറങ്ങുമായിരുന്നു. പക്ഷെ ഇപ്പം എന്താ തലയൊക്കെ ഇങ്ങനെ പൊക്കി നോക്കുന്നത്. പോവാം നമുക്ക് വീട്ടിൽ, പോവാന്നാ വീട്ടിൽ. അവക്ക് എന്താണെന്നറിയത്തില്ല, ഇന്നൊരു മൂടില്ല. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോവാന്ന് വിചാരിച്ചാട്ടോ. കുഞ്ഞു പോവാ വീട്ടിൽ. മുഖം കണ്ടിട്ട് പോകണമെന്നില്ല. നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരൊറ്റ മനുഷ്യരില്ലായിരുന്നു. ആകെ ഉള്ളത് സെക്യൂരിറ്റിയും പിന്നെ അവിടെ പായലൊക്കെ കരയ്ക്കോട്ടെടുത്തിരുന്ന മാമന് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം നടന്ന് എനിക്ക് ഒന്ന് ചെറുതായിട്ട് നടക്കാൻ തോന്നി. ഓവർ 5 വരെ പോയത് ഇവിടെ വരെ നടക്കാം. മതിയാ പൊടി അതാണ് പാർക്കിൽ പോയത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ നല്ല ചൂടോടെ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ചായക്കുള്ള പാല് ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുഞ്ഞുവിന് ഏത്തയ്ക്കാപ്പൊടി വെച്ചിട്ട് കുറുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നാട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മ തന്നു വിട്ടേ കേട്ടോ. ഒത്തിരി വേണ്ട, ഇത് കുറുക്കുമ്പോൾ ഒത്തിരി വേണം. ഇത്ര മതി. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തിനീ ഐസ്ക്രീം ഡപ്പ എടുത്തത്. വേറെ ഒന്നും വേണ്ടില്ല, നമുക്കിതാക്കണമെങ്കിൽ ശർക്കര വേണം. അപ്പം ശർക്കര ഇട്ടേക്കുന്നത് ഇതിനകത്താണ്. അപ്പം നമ്മൾ ചായ ആക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ കുറുക്കും ആക്കുന്നുണ്ട്. രണ്ടും കൂടി നടക്കണം കേട്ടോ. കുഞ്ഞുവിൻ്റെ കുറുക്ക് ഒരുവിധമായിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചായ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. തേയില ഇട്ടിട്ടുണ്ട്, പഞ്ചസാര ഇട്ടില്ല. അങ്ങനെ നമ്മുടെ ചായയൊക്കെ റെഡി. അങ്ങനെ 2 കപ്പുകളിലോട്ട് ചായയൊക്കെ ഇങ്ങനെ ഒഴിക്കുമായിരുന്നു. പാത്രങ്ങളൊക്കെ ഇനി കുറച്ച് കഴുകാനുണ്ട്, അതൊക്കെ പിന്നെ കഴുകാമെന്ന് വെച്ച് കുടിച്ച് കഴിഞ്ഞിട്ട് പോയി കഴുകാട്ടോ. പിന്നെ നമ്മൾ മലയാളിക്കടയിൽ പോയപ്പോൾ നല്ല സ്പൈസി മിച്ചർ മേടിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ടിന്നിൽ നിന്ന് കഷ്ടപ്പെട്ടെടുക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ കടിച്ച് പൊട്ടിച്ച് എങ്ങനെയൊക്കെയോ മിച്ചർ എടുത്ത് കഴിച്ചു. ആസ്വദിച്ച് കഴിക്കട്ടെ. സോ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുട്ടി വീഡിയോ എന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ നിൽക്കുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.